ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ നമുക്ക് ചില തിരിച്ചറിവുകൾ നൽകും. അത് വഴി ഒന്ന് മാറി ചിന്തിക്കാനും പുതിയ പദ്ധതി കണ്ടുപിടിക്കാനും നമുക്ക് സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. നിലവിൽ ഒരു കാലത്ത് ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തവർ ഇന്ന് അമ്പരന്ന് നിൽക്കുകയാണ്. വെറും സ്വപ്നം മാത്രമായി പലരും തള്ളിക്കളഞ്ഞ പെട്രോളിനും ഡീസലിനും പകരം 100% എത്തനോൾ ഇന്ധനമെന്ന ആശയം യാഥാർത്ഥ്യമാകുകയാണ്. ഈ വലിയ മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. വരാനിരിക്കുന്ന വലിയ ഇന്ധന വിപ്ലവത്തിന്റെ തുടക്കമാണിത്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ വല്ലാതെ ഉലയ്ക്കുന്നതാണ് ഇന്ധന ഇറക്കുമതിയുടെ ഭീമമായ ചെലവ്. ഏകദേശം 22 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ ഇതിനായി ചെലവാക്കുന്നത്. ഈ വലിയ തുക ലാഭിക്കാനും വിദേശ ഇന്ധനങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും 100% എത്തനോൾ ഇന്ധനം സഹായിക്കുമെന്ന് ഗഡ്കരി വിശ്വസിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും പകരമായി ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്ന സുരക്ഷിതവും ഫലപ്രദവുമായ ബദലായി എത്തനോൾ മാറുകയാണ്. വെറും ഒരു പ്രസംഗമല്ല, മറിച്ച് ശക്തമായ നടപടികളാണ് സർക്കാർ എടുക്കുന്നത്. 100% എത്തനോൾ ഇന്ധനത്തിന്റെ ഉപയോഗം ഔപചാരികമാക്കാനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾക്കായി മന്ത്രി ഗഡ്കരി ഇതിനകം ഫയലിൽ ഒപ്പുവെച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി 8 മണിക്കാണ് ചരിത്രപരമായ ഈ തീരുമാനത്തിൽ അദ്ദേഹം ഒപ്പുവെച്ചത്. ഇനി നിയമങ്ങൾ രൂപീകരിക്കുന്നതോടെ രാജ്യം പൂർണ്ണമായും ഈ ഇന്ധന മാതൃകയിലേക്ക് ചുവടുവെക്കും. വാഹന നിർമ്മാതാക്കളും ഇതിനകം വലിയ മാറ്റങ്ങൾക്ക് തയ്യാറായി കഴിഞ്ഞു. മാരുതി സുസുക്കിയുടെ വാഗൺ ആർ ഫ്ലക്സ് ഫ്യൂവൽ മോഡൽ ഇതിന്റെ ഒരു തെളിവാണ്. മാരുതി ആ വാഹനം, അതായത് വാഗണർ എന്ന കാറ് പുറത്തിറക്കിയതിൽ, അതായത് പൂർണ്ണമായി എത്തനോളിൽ ഓടുന്ന കാറ് പുറത്തിറക്കിയതിൽ വലിയ രീതിയിലുള്ള അഭിമാനമുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ്. കൂടാതെ ഹീറോ മോട്ടോകോപ്സിന്റെ 2 മോട്ടോർ സൈക്കിളുകൾ ഇതിനകം തന്നെ എത്തനോൾ സാങ്കേതിക വിദ്യയിൽ പുറത്തിറക്കി കഴിഞ്ഞു. ടൊയോട്ട, സുസുക്കി, ഹുണ്ടായി തുടങ്ങിയ വമ്പൻ കമ്പനികളും വരും മാസങ്ങളിൽ ഈ പാത പിന്തുടരും. ഈ സ്വപ്നത്തെക്കുറിച്ച് പണ്ട് പറയുമ്പോൾ ആളുകൾ ചിരിക്കുമായിരുന്നു. ചില സുഹൃത്തുക്കൾ പോലും വിമർശിച്ചു. എത്തനോളിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും വലിയ ശ്രമങ്ങൾ നടന്നു. തന്റെ ജീപ്പിന്റെ തകരാറിന് കാരണം എത്തനോൾ ആണെന്ന് പറഞ്ഞ ഒരാളോട് പെട്രോളിലോ ഡീസലിലോ ഓടുന്ന വാഹനത്തിൽ എങ്ങനെ എത്തനോൾ എത്തിയെന്ന് ഗഡ്കരി തിരിച്ചു ചോദിച്ചു. അത് ഈ രംഗത്തെ വ്യാജ പ്രചാരണങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ്. രാജ്യത്ത് ഇന്ധന പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയുന്നതിനായി ഡീസൽ വിതരണത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം പ്രതിവാതക മന്ത്രാലയം. പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം ചില്ലറ വിൽപ്പന നടത്തുന്ന പെട്രോൾ പമ്പുകളിൽ നിന്ന് ഒരു വ്യക്തിക്കോ വാഹനത്തിനോ ഒരു ദിവസം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ ഇനി അനുവദിക്കുള്ളൂ. വ്യവസായ വാണിജ്യ സ്ഥാപന ഉപഭോക്താക്കൾ സാധാരണ പമ്പുകളിൽ നിന്ന് വൻതോതിൽ ഇന്ധനം വാങ്ങി ദുരുപയോഗം ചെയ്യുന്നത് തടയാനാണ് അടിയന്തരമായ ഈ നടപടി സ്വീകരിച്ചത്. ഈ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ വലിയ തോതിൽ ഇന്ധനങ്ങൾ വാങ്ങിച്ച് അവർ തിരിച്ചത് മറച്ചു വിൽക്കുന്ന ഒരു പ്രവണത കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്കെതിരെ ഇപ്പോൾ ഒരു വിലക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്.